ഞാനും ധർമ്മജനും കൂടെ ഒരു സാധാരണ ഫോണും ഒരു കണക്ഷനും ഉണ്ടെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആരെങ്കിലും ചീത്ത വിളിക്കുമ്പോൾ കിട്ടുന്ന വരുമാനം നമുക്കിപ്പം സിനിമ ഒന്നും ഓടുന്നില്ല എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ അഹങ്കരിക്കാനുള്ളതും കാണിച്ചെങ്കിൽ മാത്രമേ വിനയം കാര്യമായിട്ട് എടുക്കാറുള്ളൂ. ചാനലിൽ ഇരുന്ന സമയത്ത് ഞാൻ ആലോചിച്ചിരുന്ന കാര്യമുണ്ട്. ഇടക്കാലത്ത് ഒരു ചാനൽ വാർത്ത വന്നിരുന്ന സമയത്ത് ഒരാഴ്ച രണ്ടാഴ്ചയോളം തെരുവ് പട്ടികൾ ആൾക്കാരെ ഓടിച്ചിട്ട് കടിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇവര് വല്ല ടിക്കറ്റ് എടുത്ത് ദുബായിക്ക് പോയി പട്ടികളെ കൂടി? ഇപ്പൊ പട്ടികളൊന്നും ഇല്ലേ? എവിടെയും ഒരു വാർത്ത നിങ്ങൾ കണ്ടിട്ട് എത്ര ദിവസമായി പട്ടി അടിച്ചത്? അത് ഇൻഫർമേഷൻ പഠിച്ചതിനകത്ത് ഇത്രയും 24 മണിക്കൂറും വാർത്ത വേണ്ട. ദൂരദർശനിലാകെ 20 മിനിറ്റ് ഉണ്ടായിരുന്ന വാർത്ത ഇപ്പൊ ഒരു 15 ചാനലിലും കൂടെ 24 മണിക്കൂറും വേണം. ഇത് എവിടുന്ന് കിട്ടും ഈ കണ്ടന്റ് മുഴുവൻ? ഇത് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? അപ്പൊ അത് മുഴുവൻ എടുത്തും പറഞ്ഞും കേട്ടും ചോദിച്ചും പറയുന്നതെല്ലാം ഉണ്ട്. ഞാനും ധർമ്മജനും കൂടെ ഒരിടത്ത് അത് ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ, അല്ലെങ്കിൽ ഇവര് പറയും. കാരണം അത് എല്ലായിടത്തും ഉള്ള നിൽക്കുമ്പം ഇത് അതിശയോക്തിയല്ല. ധർമ്മജന്റെ അമ്മ മരിച്ച ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അതിനുശേഷം ഞങ്ങൾ ഷൂട്ടിങ്ങിന് നിൽക്കുമ്പം ഒരു ബൈക്കിന് പോകണം, അവൻ എൻ്റെ പുറകിൽ ഇരിപ്പുണ്ട്. ഞങ്ങളിങ്ങനെ ബൈക്ക് ഒരിടത്ത് നിർത്തിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പം ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, അമ്മ മരിച്ച വാർത്തയ്ക്ക് ഒരു ലൈക്ക് കൊടുത്തായിരുന്നു കേട്ടോ. ഒരു തരി അതിശയോക്തി. ഇത് ഒരുത്തം പറഞ്ഞത് എന്നോട്. ഞാൻ കേട്ടോണ്ടിരിക്കും, ഇവൻ എന്താണ് ഇങ്ങനെ പറഞ്ഞിട്ട് പോയെന്ന് ഞാൻ വരെ ആലോചിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കാലവും പരിധിയും ഒന്നും ആളുകൾക്ക് നിശ്ചയമില്ലല്ലോ. ഇപ്പൊ ഞാനിപ്പം എന്റെ 3 കൊല്ലം മുമ്പുള്ള ഒരു ഇന്റർവ്യൂക്കകത്തെങ്ങാണ്ട് 5 കൊല്ലം മുമ്പുള്ള ഒരു ഇന്റർവ്യൂവിൽ എന്നോട് ചോദിച്ചു എത്ര മക്കളാന്ന് ചോദിച്ചപ്പോൾ ഞാൻ 2 പേരാന്ന് പറഞ്ഞു. ഈയിടയ്ക്ക് എൻ്റെ 3ാമത്തെ കുഞ്ഞിനായിട്ട് ഞാൻ സിനിമയ്ക്ക് പോകുമ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് ചോദിച്ചു ഇതാരാ? ഞാൻ പറഞ്ഞു ഇതെന്റെ മോനാ. അപ്പൊ 2 നുണ പറഞ്ഞതാ അല്ലേ എന്ന്. കാരണം ഈ ഇന്റർവ്യൂലൊന്നും ഡേറ്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ടല്ലല്ലോ വരുന്നേ. ഇത് ഈ പഴയ സാധനം കറങ്ങി അടിച്ചിങ്ങനെ വരും. ഇതിനെല്ലാം നമ്മൾ ഉത്തരവാദിത്വം പറയണം. അതിനൊരു തമാശയുണ്ട്. ഒരു ദിവസം ഒരു കുട്ടിയെ കാണാതെ, സ്കൂളിൽ പോകുന്ന വഴിക്കാണ് കുട്ടിയെ കാണാതെ വന്നത്. സ്കൂൾ യൂണിഫോമിൽ കുട്ടി ഇറങ്ങി പോയ വഴിക്ക് കാണാതെ. അപ്പൊ ആ സ്കൂൾ യൂണിഫോമിൽ ഇറങ്ങുന്നതിന് മുന്നേ ഫോട്ടോ എടുത്തിട്ട് വാട്സാപ്പിൽ ഇട്ടു, എന്റെ കുട്ടിയെ കാണുന്നില്ല, ആരെങ്കിലും തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്നാക്കണം എന്ന് പറയുന്നത്. ആ കുട്ടിക്ക് പിന്നെ സ്കൂളിൽ പോകാൻ പറ്റില്ല എന്ന് പറയുന്നത്. എപ്പോൾ സ്കൂളിൽ പോയാൽ ആരെയും പിടിച്ച് വീട്ടിൽ കൊണ്ടാക്കണം. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുണ്ട്. അപ്പൊ ഇതൊരു കമന്റ് നമ്മൾ പ്രോ ആക്റ്റീവ് എന്ന് പറയും. നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ കരണങ്ങളില്ല, പ്രതികരണങ്ങളാണ്. ഞാനൊന്ന് പറഞ്ഞു, നിങ്ങളൊന്ന് പറഞ്ഞു, അതിനിടയിൽ 3ാമൻ പറഞ്ഞു, 4ാമൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇപ്പൊ കേരളത്തിലെ ഏറ്റവും ഇപ്പം നമ്മുടെ രാജീവ് മിനിസ്റ്റർക്കൊക്കെ വളരെ സന്തോഷമായി. കാരണം ഏറ്റവും എളുപ്പത്തിൽ തൊഴിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 10,000 രൂപ മതി. ഒരു സാധാരണ ഫോണും ഒരു കണക്ഷനും ഉണ്ടെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആരെങ്കിലും ചീത്ത വിളിക്കുമ്പോൾ കിട്ടുന്ന വരുമാനം നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്താൽ കിട്ടൂല. വളരെ സുഖമാണത്. അപ്പൊ അങ്ങനത്തെ പണി നടക്കുന്നുണ്ട്. എനിക്കിട്ട് താങ്ങിയതാണ്. അല്ല, ചീത്ത വിളിക്കുന്നില്ലല്ലോ. നിങ്ങൾ ഇരുന്ന് ഇച്ചിരി പഠനം നടത്തിയാണല്ലോ ചെയ്യുന്നത്. കാര്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞ അങ്ങനെ അല്ലാത്ത വെറുതെ രാവിലെ എണീറ്റ് എന്ത് വാർത്ത നോക്കിയിട്ട് സെറ്റ് നോക്കി ഇരുന്ന് അഭിപ്രായം പറയുന്നതിനൊക്കെ ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ടെന്നേ. സിനിമ റിവ്യൂവിന് ഭയങ്കര 2 ദിവസം കൊണ്ട് അടിവയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കാന്ന് പറയുന്ന വാർത്തയ്ക്ക് 3000 കമന്റ് ഉണ്ട് ഇവിടെ. ഇത് നടക്കുകയില്ല എന്നുള്ളത് നമുക്കറിയാലോ. 2 ദിവസം പോയിട്ട് എന്ത് ചെയ്തിട്ട് ഈ കൊഴുപ്പ് പോകുന്നില്ലല്ലോ. അപ്പൊ ഞാൻ നമ്മുടെ പെർസെപ്ഷൻ പറ്റി പറയുമ്പോഴേ, നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥ, നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ആൾക്കാരെ പെർസെപ്ഷൻ മാറാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം മമ്മൂക്കയ്ക്ക് ഇപ്പം സിനിമ ഒന്ന്, ഞാൻ സങ്കല്പിക്കാൻ വേണ്ടി പറയാം കേട്ടോ, സിനിമ ഒന്നും ഓടുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പൊ മമ്മൂട്ടി ചായക്കടയിൽ പോയിട്ട്, സാധാരണ ചായക്കടയിൽ പോയി ചായ കുടിച്ച ആൾക്കാർ പറയും, ആ കണ്ടോ പക്ഷെ നല്ല സിനിമ ഹിറ്റായിട്ട് ഓടുന്ന സമയത്ത് ചായക്കടയിൽ പോയാൽ കണ്ടില്ലേ, ആളുടെ ദീനാനുകമ്പ കണ്ടില്ലേ, വിനയം കണ്ടോ? അപ്പൊ ഒരേ സംഭവമല്ലേ നടക്കുന്നത്. അല്ലെങ്കിൽ അഹങ്കരിക്കാനുള്ളതും കാണിച്ചെങ്കിൽ മാത്രമേ വിനയം കാര്യമായിട്ട് എടുക്കാറുള്ളൂ. അല്ലാത്തവൻ കാണിക്കുന്ന വിനയം എല്ലാ കാലത്തും വിധേയത്വമായിട്ട് മാത്രമേ. ഒരു സാറ് ദൂരെ നിന്ന് നടന്നു വരുമ്പോ സാറിനെ കണ്ട് ദൂരേന്ന് മടക്കിക്കുത്ത് അഴിച്ച് നിന്നിട്ട് എണീറ്റ് നിൽക്കുന്ന എന്നെക്കാളും സാറ് വരുമ്പോൾ അയ്യോ സാറേ എന്ന് പറഞ്ഞ് എണീറ്റ് മടക്കിക്കുത്ത് അഴിച്ച് നിന്ന സാറിനും ഒരു സന്തോഷമായി. നമ്മൾ 2 പേരിൽ ഇവൻ നല്ല വിനയമുള്ളവനുമായി. നേരത്തെ കാണിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. മടക്കുത്ത് അഴിച്ചോ എന്നുള്ള ചോദ്യം, സാർ അത് കണ്ടോ കണ്ടോ? ആ കാണിക്കലിലാണ് ഞാൻ പറഞ്ഞ ഇതിന്റെ ഒരു ബിൽഡപ്പ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഇങ്ങനെ പലതരത്തിൽ, റാംമോഹൻ പാലിയത്തിന്റെ ഒരു ബുക്കിൽ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്ന സെൽഫികളാണ് നമ്മുടെ യഥാർത്ഥ മുഖമെന്ന്.